8-ാം അധ്യായം. ഇസ്രായേലിലെ അതിക്രമങ്ങൾ. കാഹളം അധരങ്ങളോടടുപ്പിക്കുക. കർത്താവിൻ്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു, എൻ്റെ നിയമം അനുസരിച്ചില്ല. അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു, എൻ്റെ ദൈവമേ, ഇസ്രായേലായ ഞങ്ങൾക്ക് അങ്ങയെ അറിയാം. ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു, ശത്രു അവരെ അനുധാവനം ചെയ്യും. അവർ രാജാക്കന്മാരെ വാഴിച്ചു, എന്നാൽ എൻ്റെ ആഗ്രഹമനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്. എൻ്റെ അറിവ് കൂടാതെയാണ്. തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ടവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു, അതവരെ നാശത്തിലെത്തിച്ചു. സമരിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും? അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്, അത് ദൈവമല്ല. സമരിയായുടെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല, അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു. കൂട്ടം വിട്ടലയുന്ന കാട്ടുകഴുതയെപ്പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു. എബ്രായിം കാമുകന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും. എബ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, അതവനു പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു, അവർ മാംസം അർപ്പിക്കുന്നു, അത് ഭക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല. അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും, അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. യൂദ സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, എന്നാൽ അവൻ്റെ നഗരങ്ങളിന്മേൽ ഞാൻ അഗ്നി അയയ്ക്കും, അതവൻ്റെ ശക്തിദുർഗങ്ങൾ വിഴുങ്ങിക്കളയും. അധ്യായം 9. ഇസ്രായേലിന് ശിക്ഷ. ഇസ്രായേൽ, നീ സന്തോഷിക്കേണ്ട, ജനതകളെപ്പോലെ ആഹ്ലാദിക്കേണ്ട. നീ നിന്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിലേർപ്പെട്ടു. എല്ലാ മെതിക്കളത്തിലും നീ വേശ്യാവേതനം അഭിലഷിച്ചു. മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല, അവർക്ക് പുതികുഞ്ഞ് ലഭിക്കുകയില്ല. അവർ കർത്താവിൻ്റെ ദേശത്ത് വസിക്കുകയില്ല. എബ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും. അസീറിയയിൽ വെച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും. അവർ കർത്താവിന് വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കുകയില്ല. തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയുമില്ല. അവരുടെ ആഹാരം വിലാപകരുടേതുപോലെയായിരിക്കും, അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും. അവരുടെ ആഹാരം വിശപ്പടക്കാൻ മാത്രമേ ഉണ്ടാവൂ, അത് കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല. നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും? നാശത്തിൽ നിന്നവർ ഓടിയകലുന്നു. ഈജിപ്ത് അവരെ ഒരുമിച്ച് കൂട്ടും, മെംഫിസ് അവരെ സംസ്കരിക്കും. അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടുത്തുവ കരസ്ഥമാക്കും. അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടികൾ വളരും. ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു, പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി. ഇസ്രായേൽ അത് അനുഭവിച്ചറിയും. നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി. ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എബ്രാഹിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ, എങ്കിലും അവൻ്റെ വഴികളിൽ കെണി വെച്ചിരിക്കുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു. ഗിബെയയിലെ ദിനങ്ങളിലെന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു. അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും, അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും. മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. എന്നാൽ ബാൽപെയോറിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ബാലിന് പ്രതിഷ്ഠിച്ചു. അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവരും മ്ലേച്ഛരായി തീർന്നു. എബ്രാഹിമിൻ്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും. അവിടെ ജനനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവില്ല. അവർ കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും. ഞാൻ അവരിൽ നകലുമ്പോൾ അവർക്ക് ദുരിതം. എബ്രാഹിമിൻ്റെ സന്തതികളെ ശത്രുക്കൾക്ക് ഇരയാകാൻ ഒഴിഞ്ഞുവയ്ക്കപ്പെട്ടവരായി ഞാൻ കാണുന്നു. എബ്രാഹിമിന് തൻ്റെ പുത്രന്മാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും. കർത്താവെ, അവർക്ക് കൊടുക്കുക. അങ്ങ് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്തനങ്ങളും കൊടുക്കുക. അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു. അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും. ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. അവരുടെ പ്രഭുക്കന്മാർ ധിക്കാരികളാണ്. എബ്രാഹിമിന് മുറിവേറ്റു,
അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി. അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല. അവർക്ക് മക്കൾ ഉണ്ടായാൽ തന്നെ ആ അരുമ സന്താനങ്ങളെ ഞാൻ വധിക്കും. എൻ്റെ ദൈവം അവരെ പുറന്തള്ളും. കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടില്ല. അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞു തിരിയും. അധ്യായം 10. വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടും. സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത സ്തംഭങ്ങൾക്ക് ഭംഗിയേറി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്തു ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥഭാഷണം നടത്തുന്നു, പൊള്ള വാക്കുകൾ കൊണ്ടവർ ഉടമ്പടി ചെയ്യുന്നു. ഉഴവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തി വരുന്നു. ബഥാവനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമരിയ നിവാസികൾ ഭയചകിതരാകും. അവിടുത്തെ ജനം അതിനെ ഓർത്ത് വിലപിക്കും. വിഗ്രഹ ആരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വമോർത്ത് പൊട്ടിക്കരയും. മഹാരാജാവിന് പാരിതോഷികമായി അത് അസീറിയയിലേക്ക് കൊണ്ടുപോകും. എബ്രാഹിം നിന്ദാപാത്രമാകും. ഇസ്രായേൽ തൻ്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും. വെള്ളത്തിൽ വീണ കമ്പുപോലെ സമരിയ രാജാവ് ഒലിച്ചു പോകും. ഇസ്രായേലിൻ്റെ പാപഹേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും. അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. ഗിബെയയിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു, അവിടെ അത് തുടർന്നു. ഗിബെയയിൽ വെച്ച് തന്നെ യുദ്ധം അവരെ പിടികൂടുകയില്ലേ? തന്നിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ വരും. തങ്ങളുടെ ഇരു തിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എബ്രാഹിം. ഞാൻ അവളുടെ അഴകുള്ള കഴുത്തിൽ നുകം വച്ചില്ല. എന്നാൽ ഞാൻ എബ്രാഹിമിന് നുകം വയ്ക്കും. യൂദ നിലമുഴണം, യാക്കോബ് കട്ട ഉടയ്ക്കണം. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ. കർത്താവിനെ തേടാനുള്ള സമയമാണിത്. അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ. നിങ്ങൾ അധർമ്മം ഉഴുതു, അനീതി കൊയ്തെടുത്തു. വ്യാജത്തിൻ്റെ ഫലം നിങ്ങൾ ഭുജിച്ചു. രഥങ്ങളിലും പടയാളികളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വെച്ചത്. അതിനാൽ നിന്റെ ജനത്തിനിടയിൽ യുദ്ധാരവും ഉയരും. ഷാൽമാൻ ബെത്ത് അർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ചു കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിൽ എന്ന പോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും. ഇസ്രായേൽ ഭവനമേ, നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും. പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും. അധ്യായം 11. തിരസ്കരിക്കപ്പെട്ട സ്നേഹം. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കുന്തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽ ദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എബ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയിൽ നിന്ന് മുഖം അഴിച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസീറിയ അവരുടെ രാജാവാകും. കാരണം എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ അവർ വിസമ്മതിച്ചു. വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആഞ്ഞു വീശും. നഗരകവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും. കോട്ടകൾക്കുള്ളിൽ വെച്ച് അവരെ അത് വിഴുങ്ങും. എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു. ആരും അതെടുത്തു മാറ്റുകയില്ല. എബ്രാഹിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മായെപ്പോലെയാക്കും? സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എബ്രാഹിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല. അവർ കർത്താവിൻ്റെ പിന്നാലെ പോകും. അവിടുന്ന് സിംഹത്തെപ്പോലെ ഗർജിക്കും. അതെ, അവിടുന്ന് ഗർജിക്കും. അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ചു വിറച്ചു വരും. ഈജിപ്തിൽ നിന്ന് പക്ഷികളെപ്പോലെയും അസീറിയ ദേശത്തു നിന്ന് പ്രാവുകളെപ്പോലെയും അവർ തിടുക്കത്തിൽ വരും. ഞാൻ അവരെ സ്വഭവനങ്ങളിലെത്തിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. എബ്രാഹിം വ്യാജം കൊണ്ടും ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു. എന്നാൽ യൂദായെ ഇന്നും ദൈവം അറിയുന്നു. അവൻ പരിശുദ്ധനായവനോട് വിശ്വസ്തത പുലർത്തുന്നു. അധ്യായം 12. ഇസ്രായേലിൻ്റെ പാപങ്ങൾ. എബ്രാഹിം കാറ്റിനെ മേയ്ക്കുന്നു. ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുധാവനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു. അസീറിയയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു.
കർത്താവിന് യൂദായ്ക്കെതിരെ ഒരു ആരോപണമുണ്ട്. യാക്കോബിനെ അവൻ്റെ മാർഗങ്ങൾക്കനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും. അവന് പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. ഉദരത്തിൽ വെച്ച് അവൻ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൈവത്തിനോട് പൊരുതി ജയിച്ചു. കരഞ്ഞ് അവൻ്റെ അനുഗ്രഹം യാചിച്ചു. ബേഥേലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെന്നാണ് അവിടുത്തെ നാമം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക. നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ളത്തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ്. എബ്രാഹിം പറഞ്ഞു, ഞാൻ ധനവാനാണ്, ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവൻ്റെ സമ്പത്തെല്ലാം കൊടുത്താലും അവൻ്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പഴയ നാളുകളിൽ എന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങൾ വസിപ്പിക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു. ദർശനത്തിന് മേൽ ദർശനമല്ലിയതും പ്രവാചകന്മാർ വഴി അന്യാപദേശങ്ങൾ നൽകിയതും ഞാനാണ്. ഗിലെയാദിൽ അകൃത്യമില്ലേ? അവർ ശൂന്യതയിലാഴും. ഗിൽഗാലിൽ അവർ കാളകളെ ബലി കഴിക്കുന്നില്ലേ? അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴവുചാലിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആയിത്തീരും. യാക്കോബ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു. ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേയിച്ചു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. എബ്രാഹിം കഠിനമായ പ്രകോപനമുണ്ടാക്കി. ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവൻ്റെ മേൽ ചൊരിയും. അവൻ്റെ നിന്ദനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. അധ്യായം 13. ഇസ്രായേലിൻ്റെ അന്തിമവിധി. എബ്രാഹിം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു. അവർ ഇസ്രായേലിൽ സമുന്നതനായിരുന്നു. എന്നാൽ ബാൽ നിമിത്തം അവൻ പാപം ചെയ്തു. അവൻ മരിച്ചു. അവർ ഇപ്പോൾ കൂടുതൽ പാപം ചെയ്യുന്നു. തങ്ങൾക്ക് വേണ്ടി വാർപ്പ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു. വെള്ളി കൊണ്ട് വിദഗ്ധമായി നിർമ്മിച്ച ബിംബങ്ങൾ. അവയെല്ലാം ശില്പിയുടെ കരവേല മാത്രം. അവയ്ക്ക് ബലിയർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നു. മനുഷ്യർ കാളക്കുട്ടികളെ ചുംബിക്കുന്നു. അതുകൊണ്ട് അവർ പ്രഭാതത്തിലെ മൂടൽമഞ്ഞ് പോലെയോ മെതിക്കളത്തിൽ നിന്ന് പറത്തിക്കളയുന്ന പതിര് പോലെയോ കുഴലിൽ നിന്ന് ഉയർന്ന പുക പോലെയോ ആയിത്തീരും. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. മരുഭൂമിയിൽ വെച്ച് വരണ്ട ദേശത്ത് വെച്ച് നിന്നെ അറിഞ്ഞത് ഞാനാണ്. എന്നാൽ അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവർ എന്നെ വിസ്മരിക്കുകയും ചെയ്തു. ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെപ്പോലെ ആയിരിക്കും. പുള്ളിപ്പുലിയെപ്പോലെ വഴിയരികിൽ ഞാൻ പതിയിരിക്കും. കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെപ്പോലെ ഞാൻ അവരുടെ മേൽ ചാടി വീഴും. അവരുടെ മാർദ്ദം ഞാൻ വലിച്ചു കീറും. സിംഹത്തെപ്പോലെ ഞാൻ അവിടെ വെച്ച് അവരെ വിഴുങ്ങും. വന്യമൃഗത്തെപ്പോലെ അവരെ ഞാൻ ചീന്തിക്കളയും. ഇസ്രായേൽ, നിന്നെ ഞാൻ നശിപ്പിക്കും. ആർക്ക് നിന്നെ സഹായിക്കാൻ കഴിയും? നിന്നെ രക്ഷിക്കാൻ നിന്റെ രാജാവ് എവിടെ? നിന്നെ സംരക്ഷിക്കാൻ പ്രഭുക്കന്മാരെവിടെ? എനിക്ക് രാജാവിനെയും പ്രഭുക്കന്മാരെയും തരിക എന്ന് നീ ആരെക്കുറിച്ച് പറഞ്ഞുവോ അവർ എവിടെ? എൻ്റെ കോപത്തിൽ നിനക്ക് ഞാൻ രാജാക്കന്മാരെ തന്നു. എൻ്റെ ക്രോധത്തിൽ ഞാൻ അവരെ നീക്കം ചെയ്തു. എബ്രാഹിമിൻ്റെ അകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ പാപത്തിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അവന് വേണ്ടിയുള്ള ഈറ്റുനോവ് തുടങ്ങി. പക്ഷേ അവൻ ബുദ്ധിഹീനനായ ശിശുവാണെന്ന് തെളിയിച്ചു. അവൻ യഥാസമയം പുറത്തേക്ക് വരുന്നില്ല. പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുകയോ മരണത്തിൽ നിന്ന് ഞാനവർക്ക് മോചനം അരുളുകയോ? മരണമേ, നിൻ്റെ മഹാമാരികളിവിടെ? പാതാളമേ, നിൻ്റെ സംഹാരമിവിടെ? അനുകമ്പ എൻ്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാങ്കണ പോലെ അവൻ തഴച്ചു വളർന്നാലും കിഴക്കൻ കാറ്റ്, കർത്താവിൻ്റെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വരും. അവൻ്റെ നീരുറവ വറ്റിപ്പോകും. അവൻ്റെ അരുവി വരണ്ടുപോകും. അതവൻ്റെ ഭണ്ഡാരത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം കവർന്നെടുക്കും. സമരിയ തൻ്റെ തെറ്റിന് ശിക്ഷയേൽക്കണം. അവൾ തൻ്റെ ദൈവത്തെ ധിക്കരിച്ചു. അവർ വാളിനിരയാകും. അവരുടെ കുഞ്ഞുങ്ങളെ നിലത്തടിച്ചു കൊല്ലും. അവരുടെ ഗർഭിണികളെ കുത്തിപ്പിളരും. അധ്യായം 14. അനുതാപവും നവജീവനും. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവെങ്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റം ഏറ്റുപറഞ്ഞ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. അസിറിയയ്ക്ക് ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല. സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല. ഞങ്ങളുടെ കരവേലകളെ ഞങ്ങളുടെ ദൈവമേ എന്ന് ഒരിക്കലും വിളിക്കുകയില്ല. അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു. ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവുണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെ ആയിരിക്കും. ലില്ലി പോലെ അവൻ പുഷ്പിക്കും. ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും.
അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചുവന്ന് എൻ്റെ തണലിൽ വസിക്കും. പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും. ലെബനോനിലെ വീഞ്ഞ് പോലെ അവർ സൗരഭ്യം പരത്തും. എബ്രാഹിം, വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം? നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു. പാപികൾ അവയിൽ കാലിടറി വീഴുന്നു.